വെൽക്കം കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എനിക്കിത്തിരി പായസം കുടിക്കണം തോന്നി. ഞാനിപ്പോൾ വിചാരിച്ചു ഗോതമ്പ് തരിയുണ്ട്, എന്നാൽ പിന്നെ ഒരു ഗോതമ്പ് പായസം അങ്ങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് ഞാനൊരു അര ഗ്ലാസ് ഗോതമ്പ് വെള്ളത്തിലിട്ടു. ഒരു അരമണിക്കൂറായിട്ട് ലേശം കുതിർന്നു. നന്നായിട്ട് 2-3 തവണ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി അരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പാല് മിക്സ് ചെയ്ത് ഈ തേങ്ങാപ്പാൽ ഇത് വേവിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് നെയ്യിൽ വറുത്ത് കോരി വയ്ക്കാം. അവസാനം നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് വേണ്ട. ഇത്രയാണ്. കുറച്ച് നെയ്യും വേണം. നെയ്യ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ശർക്കരപ്പാനി ഒന്ന് ലൂസാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് പോകാൻ. തേങ്ങാപ്പാൽ രണ്ടാമത്തതും മൂന്നാമത്തതുമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു 2 ഗ്ലാസ് ഉണ്ട്. അതിലേക്ക് അര ഗ്ലാസ് കുതിർത്ത ഗോതമ്പ് തരി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്തെടുക്കാം നെയ്യ് ഒഴിച്ചിട്ട്. തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചു. ഇനി അധികം ചുമന്ന കളറാവരുത്, അപ്പോൾ കടിക്കുന്ന ഒരു പരുവത്തിന്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വെള്ളത്തിലിട്ട് 5 മിനിറ്റ് കഴുകിയെടുത്തുകൊണ്ട് വെള്ളത്തിൻ്റെ പുട്ടുണ്ട്. കുഴപ്പമില്ല. നെയ്യ് നല്ല ചൂടിലായതുകൊണ്ടേ, നല്ല പച്ച തേങ്ങയാണെങ്കിൽ മാത്രമാണ് നല്ല പായസമായി കിട്ടുന്നത്. എനിക്ക് എന്തായാലും എൻ്റെ നെയ്ബർ തേങ്ങ ഇട്ടപ്പോൾ കുറച്ച് തേങ്ങ കിട്ടി. അതുകൊണ്ട് പച്ച തേങ്ങയാണ്. അധികം മൂത്ത് ഉണങ്ങാത്ത തേങ്ങ ആയതുകൊണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. വറുത്തതിനെ മാറ്റി വയ്ക്കാം. ഗോതമ്പ് റവ 2 വിസിൽ വന്നു. ഞാൻ 2 വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പായസമായതുകൊണ്ടേ നന്നായിട്ട് വേവണമല്ലോ. അപ്പോൾ അത് ഓഫ് ചെയ്തു. ശർക്കരപ്പാനി ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഒന്ന് മെൽറ്റാകാൻ വെക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് എല്ലാം വറുത്ത് വെച്ചു നെയ്യിൽ. ആദ്യത്തെ പാല് തേങ്ങയുടെ, ഇനി കുറച്ച് ഏലക്കായ കൂടെ ചതച്ച് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ചെയ്യാം. ഇനി നമ്മുടെ ഗോതമ്പ് പായസം, ഗോതമ്പ് വെന്തു. ഇനി അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ഒരു 200 ഗ്രാം ശർക്കരയുടെ പാനി വേണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മധുരം നോക്കിയിട്ട് ഒഴിക്കാം. ഒന്ന് അടുപ്പ് കത്തിച്ചേക്കട്ടെ. ശർക്കരപ്പാനി ഒഴിച്ചു. തിള വന്നിട്ടുണ്ട്. നമുക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഏത് നമ്മൾ മധുരം ഉണ്ടാക്കുമ്പോഴും ഒരു പിഞ്ചെങ്കിലും ഉപ്പ് ഇടണം. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്താലേ, അല്ലെങ്കിൽ അടിയിലേ കരിയും. ശർക്കരപ്പാനി ഒഴിച്ച ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ചിട്ട് ഇളക്കിയില്ലെങ്കിൽ ഇനി ശർക്കരപ്പാനിയെല്ലാം ഗോതമ്പ് വെന്ത ഇതിലേക്ക് മധുരമെല്ലാം ഒന്ന് പിടിച്ച് വരട്ടെ. മധുരം അതിനോട് ജോയിൻ്റ് ആകുമ്പോഴാണ് ഗോതമ്പ് പായസത്തിന് ശർക്കരയുടെ മധുരവും ജോയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഗോതമ്പ് പായസത്തിൻ്റെ രുചി അറിയുന്നത്. അപ്പോൾ ഇതുപോലെ വീട്ടിൽ ഗോതമ്പും, നുറുക്ക് ഗോതമ്പില്ലാത്ത വീടുണ്ടാവില്ല. അങ്കനവാടിയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പായാലും മതി ഇട്ടാൽ. ഇത് നുറുക്ക് ഗോതമ്പാണ്. നമുക്ക് പിന്നെ അങ്കനവാടിയിൽ നിന്നൊന്നും കിട്ടാനില്ല.
ചെറിയ കുഞ്ഞുള്ള കൂട്ടത്തിലല്ലേ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്നത്. 3 വയസ്സിൻ്റെ പ്രായമുള്ള 3 വയസ്സിൽ താഴെ. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. നമുക്കിനി പൊടിച്ച് വെച്ച ഏലക്കായ ഞാൻ തേങ്ങാപ്പാലിലോട്ട് ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ, ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ. ആ മധുരം എല്ലാം ഗോതമ്പിൻ്റെ അരിയിലേക്ക് ആ മധുരം അങ്ങ് പിടിച്ച് കഴിയുമ്പോഴാണ് ഇതുപോലെ പായസം കുടിക്കണം എന്നൊക്കെ തോന്നിയാലേ, അല്ല 4 മണിക്ക് കുട്ടികൾ വരുമ്പം ഇന്നെന്താ കൊടുക്കുക എന്നൊന്നും ആലോചിക്കണം. ഗോതമ്പ് തരി ഇത്തിരി ശർക്കരയും ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചുണ്ടാക്കി ഏലക്കായും വിളിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാകും. ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇനി അതൊന്നും ഇല്ലയെന്ന് വെച്ച് തേങ്ങാക്കൊത്ത് വറുത്തിട്ടാലും മതി. നല്ല ഹെൽത്തി പായസം, ഇതാണ് ഇതിൻ്റെ പേര്. തേങ്ങാപ്പാൽ, ശർക്കര, ഗോതമ്പ് നുറുക്ക്, ഒന്നിലും മായമില്ല. 1 ടേബിൾ സ്പൂൺ നെയ്യിൽ എല്ലാം കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആദ്യത്തെ പാലൂടെ അങ്ങ് ഒഴിക്കാം, കട്ടിയുള്ള പാൽ. ഏലക്കായ ഇതിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. ഇളക്കി യോജിപ്പിച്ചാൽ മതി. തേങ്ങാപ്പാൽ അവസാനം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കരുത്, ഇളക്കി യോജിപ്പിക്കാൻ മാത്രം. നല്ല ചൂടുള്ള തിളച്ചുകൊണ്ടിരിക്കുന്ന പായസമാണല്ലോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇടാം. ആവി പകർന്ന നല്ല പായസം, ചൂട് പായസം. അതിലേക്കിനി അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് എല്ലാം ഇട്ടു. അതൊക്കെ ഒന്ന് എല്ലായിടത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയ ശേഷം കുടിക്കാനെടുക്കാവും. അപ്പോഴേക്കാണ് ഇതെല്ലാം കൂടെ നല്ലൊരു മിക്സായിട്ട് നമുക്ക് രുചികരമായ ഹെൽത്തി പായസം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം. ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും. ഇതുവരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.